യുകെയും അമേരിക്കയുടെ കൂടി ഖത്തറിൽ വിമാനങ്ങളെ വിന്യസിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് യുദ്ധവിമാനങ്ങൾ. യുകെയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഇപ്പം ഖത്തർ അൽ-ഉദൈദ് എയർബേസിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ട സമയത്ത് ഖത്തറിലെ പല സ്ഥലങ്ങളിലും അമേരിക്ക അവരുടെ കമാൻഡോ സെഷനുകളാക്കി മാറ്റിയിട്ടുണ്ട്, പല ഹോട്ടലുകളും എന്ന് പറഞ്ഞ സമയത്ത് കുറേ പേര് വന്ന് ഇതിൻ്റെ താഴത്ത് കമന്റ് ഇട്ട് ഫേക്ക് ന്യൂസുകൾ അടിച്ചു വിടരുത്, ഖത്തർ ഒരിക്കലും ചെയ്യില്ല, ഖത്തർ ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ അമേരിക്കനെ എതിർക്കുന്ന ഇക്കാര്യത്തിൽ, ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്കനെ എതിർക്കുന്നത് ഖത്തറാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇതിട്ടു. അതൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇന്നലെ അത് അടുത്ത ന്യൂസ് വന്നത് യുകെയുടെയും കൂടെ പല വിമാനങ്ങൾ, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, പല യുദ്ധവിമാനങ്ങളും ഖത്തർ എയർബേസിൽ എത്തിയിട്ടുണ്ട്. അത് യുകെ ഡിഫൻസ് മിനിസ്ട്രി തന്നെ അവർ പുറത്തോട്ട് വിട്ട് അത് ഡീറ്റെയിൽസ്, അതിൻ്റെ കുറേ ഫയൽ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതും ചെയ്യണം, മാക്സിമം സപ്പോർട്ട് വേണം, നിർബന്ധമാണ്. ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവാം. ന്യൂസിലോട്ട് വരാതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, ഖത്തറിൻ്റെ ഡൗൺ ടൗണിലുള്ള ചില ഹോട്ടൽസിലാണ് ഇവർ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് അൽ-ഉദൈദിലൊന്നും ഇല്ല, അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്തു എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ സെഷൻസ് അല്ലെങ്കിൽ കമാൻഡോ സെഷൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഡൗൺ ടൗണോ കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഖത്തറിനാണ്, ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടത്. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങളോ ഈ പറഞ്ഞ ഒരാളും അറിയാണ്ടാണ് ഈ പറഞ്ഞ ഖത്തറിൻ്റെ മിനിസ്ട്രി, അതല്ലെങ്കിൽ ഈ US മിനിസ്ട്രി അല്ലെങ്കിൽ US ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾ അറിയിച്ചിട്ടോ എന്നെ അറിയിച്ചിട്ടോ ഒന്നുമല്ല, അത് തക്കതായിട്ടുള്ള ന്യൂസ് ഹവേഴ്സൊന്നും മറ്റേ ന്യൂസ് ചാനലുകളൊന്നും, അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്, അവരുടെയാണ് ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പുറത്തോട്ട് വരുന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ അടിച്ചുവിടുന്ന ന്യൂസുകളല്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ഗോദി മീഡിയയിൽ പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ, ഇന്റർനാഷണൽ ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പം ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് യുകെയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഖത്തർ ഈ പറഞ്ഞ അൽ-ഉദൈദിൽ തന്നെ. ഈ ഖത്തർ അത്രയും ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാന് വേണ്ടി വാദിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അവരെ കൊണ്ട് പറ്റില്ല, അവരൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവരൊക്കെ അവരുടെ നിലനിൽപ്പിനാണ്. അമേരിക്ക ഇത്രയും യുദ്ധക്കപ്പലുകളും എല്ലാം ഷിപ്പ് അടുത്തോണ്ടിരിക്കുകയാണ് ഇറാൻ്റെ അടുത്തോട്ട്. അവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത ഉറപ്പാണ് ഖത്തർ ഇവിടെ ഇറാൻ ഖത്തറിൽ ബോംബിടുന്നത്. അപ്പോൾ ഖത്തർ അത്രയൊക്കെ ഇറാനോട് സ്നേഹം കാണിക്കുകയുള്ളൂ. നിങ്ങളത് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട കാര്യങ്ങൾ, അവിടെ ഒരു ഇസ്ലാമിക് കൺട്രീസും ഒന്നും അവിടെ വരുന്നില്ല. പിന്നെ ആ ചിന്തകളൊന്നും ഇവരുടെ മനസ്സിലോട്ട് പോലും വരുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഖത്തർ അതിനുള്ള, അതായത് ഒരു ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് നമുക്കറിയാം അവരുടെ മിസൈൽ സെഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ മിസൈൽസ് തടുക്കാൻ പറ്റുന്ന യുകെയുടെ ഏറ്റവും ബെസ്റ്റ് വിമാനങ്ങളുണ്ട്. ആ വിമാനങ്ങളുടെ പേര് RAF ടൈഫൂൺ എന്നും പറഞ്ഞിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ്. ഇത് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്, ഈ വിമാനങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് വരുന്ന മിസൈലുകൾക്കെതിരെ അല്ലെങ്കിൽ മിസൈലുകളെ തിരിച്ച് ആക്രമിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള വിമാനങ്ങളാണ്. ഇങ്ങനത്തെ വിമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ അൽ-ഉദൈദിൽ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് പോർ വിമാനങ്ങളുടെ വിന്യാസം, അതായത് ബ്രിട്ടീഷ് തങ്ങളുടെ അത്യാധുനിക RAF ടൈഫൂൺ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ ഖത്തറിലെ അൽ-ഉദൈദ് വ്യോമ താവളത്തിൽ അവർ വിന്യസിച്ച് കഴിഞ്ഞു. മേഖലയിലെ വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുകെയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഈ വിമാനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അത് കൺഫേം ചെയ്തത് യുകെയുടെ തന്നെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹീലിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരതിൻ്റെ പോസ്റ്റും പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ അർമാദ എന്ന് പറഞ്ഞ ആ ഒരു ഏറ്റവും വലിയ യുദ്ധസന്നാഹം, കടലിലെ യുദ്ധസന്നാഹം തന്നെ ഇപ്പം നമ്മുടെ ഇറാനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തോട്ട് വന്ന കാര്യമാണ്. അതുപോലെ എബ്രഹാം ലിങ്കൺ പോലത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാന കപ്പലുകളാണ് അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇറാനെ ആക്രമിക്കാം, അതല്ലെങ്കിൽ തൽക്കാലം ഒന്ന് പേടിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇറാൻ പേടിക്കും എന്ന് തോന്നില്ല. മരിക്കുന്നവരെ ഞങ്ങൾ പൊരുതും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈ വെറുതെ ഇരിക്കില്ല, ഞങ്ങളുടെ കൈ ഓൾറെഡി കാഞ്ചിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത് ഖമേനി പറഞ്ഞത്. ഏത് നേരത്ത് വേണമെങ്കിലും തിരിച്ച് ഒരു ആക്രമണം അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മൊത്തം അടിക്കും എന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാനെ തകർക്കൽ ഈ പറഞ്ഞ വെനിസലയിൽ ചുമ്മാ ബോംബിട്ട് ശബ്ദ ബോംബുകൾ ഇട്ട് എന്നൊക്കെ പറയുന്നത്, ബോംബിട്ട് അവിടെ നിന്ന് ആളങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന പോലെ അല്ല ഇറാനെ തകർക്കുക എന്നുള്ളത്. അത് ഒരു ബാലികറ മല പോലെ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. ആദ്യം ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു, പിന്നെ പ്രസിഡന്റ് വന്ന് പറഞ്ഞു ഇല്ല, ഇറാൻ 837 ആളുകളെ അവിടെ തൂക്കിലേറ്റുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദാവോസിൽ ലാസ്റ്റ് ഡേയിൽ സംസാരിച്ച് പോകുന്ന സമയത്ത് പുള്ളി വീണ്ടും പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങൾ ആക്രമിക്കാം എന്ന് പറഞ്ഞത്. ആ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളൊക്കെ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 23 24 ഇന്നലെ ഇന്നും 8 ഇപ്പോൾ ഈ കപ്പലുകൾ മൊത്തം ഇറാന്റെ തീരത്ത് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ പറ്റുന്ന അകലത്തിൽ ഈ പറഞ്ഞ കപ്പലുകളൊക്കെ വന്ന് നിൽക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ എയർബേസ് ആണ്, ഖത്തർ എയർബേസിനായിരിക്കും ബാക്കിയുള്ള ആക്രമണം. അപ്പോൾ തിരിച്ച് ആക്രമിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടെയാണ് ഇപ്പം യുകെയുടെ സപ്പോർട്ടും കൂടെ ഖത്തറും അല്ലെങ്കിൽ അമേരിക്കയും കൂടെ
നേടിയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇറാൻ്റെ ഡ്രോണുകൾ, മിസൈലുകളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈഫൂൺ വിമാനങ്ങൾ, അതിവേഗ ശേഷിയുള്ള വിമാനങ്ങളാണ്. മേഖലയിലെ അമേരിക്കൻ എന്താ പറയുക സഖ്യ കക്ഷി താവളത്തിന് നേരെയുള്ള ഏത് തരത്തിലുള്ള ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളെയും പ്രതിരോധിക്കാനാണ് ഈ വിന്യാസം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഈ കറക്റ്റ് സമയത്ത് പോയിട്ട് UK വിമാനങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഈ സൈനിക വിന്യാസമൊക്കെ എന്തിനാന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു യുദ്ധമായി മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഒരു യുദ്ധമായി മാറിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് അമേരിക്കക്ക്, ഖത്തർ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് UK ഈ ഒരു സപ്പോർട്ട്. ഇനി ഈ യുദ്ധക്കപ്പലിൻ്റെ യാത്രാരേഖ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അതായത് ഈ കപ്പൽ എങ്ങനെയാണ്, അമേരിക്കയുടെ ഈ കപ്പലുകൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ് ഈ ദിവസത്തിലോട്ട് എത്തിയത്. കാരണം ഈ എബ്രഹാം ലിങ്കൺ പോലത്തെ കപ്പലുകളെ ട്രാക്ക് ചെയ്യാൻ, റഡാറുകൾക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സംവിധാനങ്ങളുള്ള കപ്പലാണ്. അപ്പോൾ ഈ കപ്പൽ ജനുവരി മധ്യത്തോടെ ദക്ഷിണ കൊറിയയിലെ അഭ്യാസങ്ങൾക്ക് ശേഷം അവിടെ നടന്നിരുന്ന ഒരു എന്താ പറയുക സൈനിക അഭ്യാസങ്ങൾ ഉണ്ടായിന്. അവിടുത്തെ കപ്പൽ മിഡിൽ ഈസ്റ്റ്, അവിടെ നിന്നാണ് കപ്പൽ ഫസ്റ്റ് മിഡിൽ ഈസ്റ്റ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരിയുടെ ആ ഒരു 15 ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ജനുവരി 19, 20 തീയതികൾ കപ്പൽ മലാക്ക കടലിടക്കുകൾ ഇന്ത്യൻ സമുദ്രത്തിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അതിനുശേഷം പല സ്ഥലത്തും ഈ കപ്പൽ റഡാറുകൾക്ക് പോലും, അമേരിക്കയുടെ ഈ പറഞ്ഞ സഖ്യത്തിന് റഡാറുകൾക്ക് പോലും അവർക്ക് കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ കപ്പലുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി 23, 24, 25 ഈ ദിവസങ്ങൾക്കിടയിലാണ് കപ്പൽ ഇറാൻ്റെ അടുത്തെത്തും എന്നാണ് ആൾക്കാർ, വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള റഡാർ സിസ്റ്റം വേറെ ഒരു ഇതിനും അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഡേറ്റ് വെച്ചിട്ട് ആളുകൾ അടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ട്, നമ്മൾ കുറേ 2-3 ദിവസം കേൾക്കുന്നില്ലേ കപ്പൽ പോയിട്ടുണ്ട്, അത് എവിടെ എത്തി എന്തായെന്ന് ആരും എവിടെയും പുറത്തു വിടില്ല. കാരണം അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്, അവർ ഹൈഡ് ചെയ്ത് പോകാനുള്ള അത്രയും വലിയ സിസ്റ്റം ഈ കപ്പലുകളിലുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഖത്തറിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തുർക്കി, UAE, സൗദി അറേബ്യ ഇവരൊക്കെ പറച്ചിൽ, ഇപ്പം ഖത്തർ പോലെ ആണെങ്കിലും പറച്ചിൽ പറയുന്നത് എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, അമേരിക്കയുടെ എല്ലാത്തിനും ഞങ്ങൾ എതിരാണ്. പക്ഷേ ഞങ്ങളുടെ അല്ലെങ്കിൽ ഇവരെ തന്നെ ബേസിലാണ് അമേരിക്ക എല്ലാ വിന്യാസങ്ങളും ചെയ്തിട്ടുള്ളത്, എല്ലാ യുദ്ധക്കോപ്പുകളും ഒരു വാർഷിപ്പിനെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ്. അപ്പം ഇത്രയും സന്നാഹങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത് കടലിൽ നിന്നാണെങ്കിലും കരയിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെ. ഇറാൻ മലകളാൽ ചുറ്റപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഭൂപ്രകൃതി വെച്ചിട്ട് ഒരു കരയുദ്ധം അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനവർക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിസൈലുകൾ വിട്ടിട്ടും ഫൈറ്റർ ജെറ്റുകൾ വിട്ടിട്ടുള്ള ആക്രമണം മാത്രമാണ്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇറാൻ്റെ കൂടെ ഇപ്പം കംപ്ലീറ്റ് സൈബർ സിസ്റ്റം തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ചൈന കൊടുക്കുന്നുണ്ട്, റഷ്യ കൊടുക്കുന്നുണ്ട്. പല യുദ്ധ കോപ്പുകൾ ഓൾറെഡി അവിടെ ഇറാനിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, ഒരു ഡയറക്റ്റ് യുദ്ധത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലായിരിക്കും ഇറാനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കണ്ടേ അറിയാൻ പറ്റുള്ളൂ. ഇവരുടെയൊക്കെ കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ഇറാൻ തരാൻ പോകുന്ന ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ അതായത് ലോകത്തിലെ 20% എണ്ണ വിതരണം നടക്കുന്നത് ഹോർമോസ് കടലിടുക്കാണ്. അപ്പോൾ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറാൻ കൺഫേം ആണ് അത് ക്ലോസ് ചെയ്യുന്നുള്ളതും. അത് ഇറാൻ്റെ സൈഡാണ്. ഇറാൻ ക്ലോസ് ചെയ്യാൻ മാത്രമല്ല, അതിലൂടെയുള്ള അത് ഭേദിച്ച് അതിലൂടെ പോയാലും ആ പറഞ്ഞ കപ്പലുകളോ അല്ലെങ്കിൽ ആരെയാണെങ്കിലും ഇറാൻ തകർക്കും. അതോടുകൂടി ലോകത്ത് തന്നെ മൊത്തം എണ്ണയുടെ അവസ്ഥ, എണ്ണയുടെ വ്യാപനം അല്ലെങ്കിൽ എണ്ണയുടെ വിതരണത്തിന് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. വില കൂടുന്നതും അത് പല രീതിയിലും ഈ ലോകത്തിനെ ബാധിക്കും. ഇറാനെ മാത്രമല്ല, ഈ മൊത്തം ലോകങ്ങളെ ഇത് ബാധിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനത്തെ പല കാരണങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. എന്താ പറയുക, ഡോളറിൻ്റെ അത് മൂല്യം കൂടും. നമ്മളെല്ലാം ഓൾറെഡി ഇന്ത്യ തകർന്ന് തരിപ്പണായി 92-ലെത്തി. നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ യുദ്ധങ്ങളും കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തകർന്ന് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണ്. കുറേ ആളുകളുടെ ജീവൻ പോണത് മാത്രമല്ല, കുറേ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പോലും ഈ ഒരു യുദ്ധം കൊണ്ട് തകർന്നു പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. ഖത്തർ സെൽഫ് ചെയ്യില്ല, ഖത്തർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ഇവരുടെ കക്ഷി മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ നിലനിൽപ്പിനും അവരവരുടെ സാമ്പത്തിക മറ്റ് ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതുതന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഇവിടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. മാക്സിമം റീച്ചിലോട്ട് പോകണം ഇങ്ങനത്തെ വീഡിയോസ്. പലർക്കും ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്.